കഴിക്കണം. ആ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. മീൻ ഏത് മീനാന്ന് വെച്ചാൽ വാള മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. വാള ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഈ മീൻ. അപ്പം ഇന്ന് ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ നല്ലതാണ്, മുള്ളൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. വറുത്താൽ നന്നായിരിക്കുന്നു പറഞ്ഞു. ഞാൻ എന്തായാലും വറുക്കണില്ല കേട്ടോ, ഞാൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അന്ന് അയില വാങ്ങിച്ച് വറുത്ത് കഴിച്ചിട്ടില്ലേ, ഗ്യാസൊക്കെ ഒന്ന് ആകെ ഒരു പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് വറുത്ത മീൻ കുറച്ച് ദിവസം കഴിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ എന്തായാലും ഞാൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മീൻ നമ്മൾ വാള മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. വാള കേട്ടോ, ഇതിൽ മുള്ളധികം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ കറി വയ്ക്കാനാണ് പോണത് കേട്ടോ. അപ്പോൾ വാള മീൻ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വെക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ സവാളയാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ. രാവിലെ വാങ്ങി വെച്ചതാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ കട്ട് ചെയ്ത് നേരാക്കി തന്നിട്ടുണ്ട് കേട്ടോ, പീസാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിനൊന്നും അടിപൊളി ടേസ്റ്റായിട്ട് തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ. തേങ്ങ ഒന്നും അരക്കാണ്ട് നല്ല ടേസ്റ്റായിട്ട് ഇതൊന്ന് വെച്ച് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളത് വാളമീൻ കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് ഫസ്റ്റായിട്ട് ഞാൻ അത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ സവാള, അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീൻ കറി വെക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വെക്കാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് മീൻ കറിയാണ്. പച്ചക്കറിക്ക് ആണെങ്കിൽ നമുക്ക് പരിപ്പ് വേവിക്കണം, പിന്നെ കഷ്ണങ്ങളൊക്കെ എടുക്കണം, തേങ്ങ അരയ്ക്കണം, ഭയങ്കര പണിയാണ്. പിന്നെ ഉപ്പേരി കഴിക്കണം, ഒരുപാട് സമയമാവും, പെട്ടെന്ന് വെക്കാനും പറ്റില്ല. പക്ഷെ മീൻകറി അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ഏറ്റവും എളുപ്പമാണ്, വേഗം വെക്കാൻ പറ്റും. പിന്നെ കഴിക്കാനും ഇഷ്ടം മീൻകറിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി മീൻകറിയാണ്. ഡെയിലി മീൻകറിയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ. മോളൊക്കെ ആണെങ്കിൽ എപ്പോഴും മീൻ വാങ്ങിച്ചത് അത് 2 ദിവസം അടുപ്പിച്ച് മീൻ വാങ്ങിച്ചത് അറിയും, ദിവസം മീനാണ് കറി കേട്ടോ. അങ്ങനെയാണ്, അവർക്കൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ വാളയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വാള മീൻകറിയാണ് നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ മോൾക്ക് അറിഞ്ഞാണ് കേട്ടോ, വേറെ സ്പെഷ്യലായിട്ടൊന്നും വെച്ചിട്ടില്ല. അവളെ ഇത് തന്നെ കഴിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഇടാനുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മീൻകറി വയ്ക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതാ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. എനിക്ക് മീൻകറിയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വെച്ച് കഴിയും. വേറെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം വേണം കറി വയ്ക്കാൻ. അതൊക്കെ അരിഞ്ഞ് പിന്നെ പരിപ്പ് വേവിച്ച് എല്ലാം ഒരുപാട് സമയം എടുക്കും. പക്ഷെ മീൻകറി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മീൻകറി വെക്കാനാണ് ഏറ്റവും ഇഷ്ടം. കഴിക്കാൻ മീനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്തായാലും എണ്ണ ചൂടാവുന്നുണ്ട്. ഈ സവാള നമുക്ക് ഇതിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തായാലും പച്ചമുളകും ഇഞ്ചി അതൊക്കെ ഇടുമല്ലോ, അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ മല്ലിപ്പൊടി ഞാൻ ഒരു 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സ്പൂണിൽ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളർ വരുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ്. അരക്കുമ്പോൾ എന്ത് വേണമെന്നറിയോ, നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്
ആ പുളിയും ഇതും കൂടി വേണം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ. ഞാൻ പുളി അധികം പിഴിയാറില്ല കേട്ടോ, കയ്യിൽ ഇങ്ങനെ പിഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ആയിട്ട് ചണ്ടി കളയില്ലേ, അങ്ങനെ ചെയ്യാറില്ല. മിക്സിയിൽ ഇതെല്ലാം കൂടി അരച്ച് കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ച് പുളി. അപ്പം നമുക്ക് നന്നായിട്ട് എന്താ പറയുക മിക്സിയിലിട്ട് അരച്ചെടുത്ത് നന്നായി പേസ്റ്റ് പോലെ ആക്കാം. അപ്പോൾ കറി എന്താണെന്നറിയോ, കുറച്ച് കട്ടിയായിട്ടുണ്ടാവും, നമ്മൾ തേങ്ങ ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ചാറ് നല്ലത് കട്ടിയായിട്ട് കുറുകിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പുളി ഇങ്ങനെ അരച്ച് ചേർക്കുന്നത്, കറിയിലൊക്കെ അരച്ച് ചേർക്കുക. എല്ലാവരും പിഴിയുക ചെയ്യുക അധികവും. ഞാൻ പക്ഷെ അധികവും ഞാൻ അരയ്ക്കാറാണ്, ചിലപ്പോൾ മാത്രമേ പിഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. നല്ലൊരു കളറാണത്. അതുവരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ചൂടാറിയ ശേഷം അപ്പോഴേ പറഞ്ഞ പോലെ പുളിയും ഇതും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിൾ പണിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സവാളയും തക്കാളിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റി ഇത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പുളി, അതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി ഉണ്ട്, അതൊന്ന് നേരാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ കറിയാക്കാം. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ അത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു മൺപാത്രത്തിലാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലാണ് മീൻകറി വയ്ക്കാൻ പോകുന്നത്. വലിയ ചട്ടിയാണ്, അത്രയൊന്നും വെക്കില്ല. പക്ഷെ ഇതാണെങ്കിൽ കുറച്ചായാലും നമുക്ക് അധികമായാലും വെക്കാമല്ലോ. വെറുതെ ചെറുതിന് ഒരു ചട്ടി വലുതിന് ഒരു ചട്ടി അങ്ങനെ ഞാൻ വെക്കില്ല. ഒരൊറ്റ ചട്ടി തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇതിലാണ് ഞാൻ വെക്കാറ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മീൻകറിക്ക് ഉലുവ എന്തായാലും വേണം, അത് നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഉലുവ എടുത്ത് തരാം. അപ്പോൾ ആ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ലീവാണ് കേട്ടോ, ശനിയാഴ്ചയല്ലേ. അപ്പോൾ മോള് ട്യൂഷനൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. അവർക്ക് 11 മണി വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവളോട് ഇരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഈ കറിയൊക്കെ ഒന്ന് വെക്കാം. പിന്നെ ഒന്ന് ശനിയാഴ്ചയാണ്, ഏട്ടൻ വരികയാണല്ലോ. വൈകുന്നേരം ഏട്ടൻ വരും. അപ്പോൾ രാത്രിക്ക് ഏട്ടൻ ചോറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും മീൻകറിയും വെക്കാമല്ലോ. അപ്പം എന്നാൽ ചോറും മീൻകറിയാണ് നമുക്ക് രാത്രിക്ക്. എപ്പോഴും ചപ്പാത്തിയോ മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്ന് മീനായതുകൊണ്ട് എന്തായാലും ചോറ് മതിയെന്നേ പറയുള്ളൂ. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. ഉലുവ പൊട്ടാൻ ഭയങ്കര സമയം എടുക്കും കേട്ടോ. മൺചട്ടിയിലായതുകൊണ്ട് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ മറ്റേ അലുമിനിയം ചീനിച്ചട്ടി അതുപോലെ പെട്ടെന്ന് ചൂടാവില്ല. പക്ഷെ ചൂടായ ആ ചൂട് കുറേ നേരം നിൽക്കും കേട്ടോ. നമ്മളിപ്പോൾ കറി ആയിട്ട് ഇറക്കി വെച്ചാലും തിളച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ചൂടായി കിട്ടേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് അങ്ങനെ നിൽക്കും കേട്ടോ, കുറേ നേരം നിൽക്കും. അതാണ് നമ്മുടെ മൺപാത്രത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ഷോപ്പിൽ നിറയെ മൺപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വരൂ കേട്ടോ. നമ്മുടെ ഷോപ്പിലേക്ക് മൺപാത്രങ്ങളും പിന്നെ ഭരണികളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ വന്നോളൂ കേട്ടോ. എല്ലാം ചൂടായി വരുന്നുണ്ട് കേട്ടോ. അത് പൊട്ടാനാണ് കുറച്ച് പ്രയാസം. പൊട്ടിയ ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഉരുള മെല്ലെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി കൂടി ഒന്ന് ആവണം കേട്ടോ. അപ്പോൾ ഉലുവൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി
നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊരു ഇച്ചിരി ഇതൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉലുവ എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി ചേർന്നപ്പോഴില്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മണം വരുന്നുണ്ട്. ഈ മണം കേൾക്കുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ. നല്ല വിശപ്പായിട്ടിരിക്കുന്ന സമയത്ത് ഈ മണം കേട്ടാലുണ്ടല്ലോ അയ്യോ ചോറ് കഴിക്കാൻ കൊതിയാവും കേട്ടോ. മണം കേട്ടാലുണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പിനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്ക് കട്ടിയിലാണ് വേണമെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഞാനൊരു മീഡിയം ലെവലിലാണ് കേട്ടോ എടുക്കണം. ഇത്ര കട്ടി വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പാകമാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയല്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ വെള്ളം പോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ ഇതിന് നന്നായി തിളച്ച് മീനൊക്കെ ഇട്ട് സെറ്റായി വരുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പിടാൻ മറന്നു പോയി. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അവിടെ കല്ലിട്ടാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിത് എൻ്റെ ഒരു കൈ അളവിനാണ് ഉപ്പിടുക. ഇനി ഇത് നന്നായിട്ട് ഒരു തിള വന്ന ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. നന്നായി തിളച്ച് വരട്ടെ. ഒരു 2 തിള വന്ന ശേഷം മീൻ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, എരിവൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി എന്തായി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായി തിളച്ചു കേട്ടോ. ചാറ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനിനെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ ഇടാൻ സമയമായി. അപ്പോൾ നമ്മുടെ വാള മീൻ നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ തന്നെ ഉണ്ട് നമ്മുടെ മീൻ. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു നെയ്യ് ഉണ്ട് തോന്നുന്നു കേട്ടോ. കഴുകുമ്പോൾ തന്നെ കയ്യിലൊക്കെ ഒരുമാതിരി പിശുപിശാന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യില്ലേ, നെയ്യ് കൂടുതലുണ്ട് തോന്നുന്നു ഈ മീനിൽ. മീൻ കഴുകി വരുമ്പോഴേക്കും കൈയൊക്കെ ഒരു മെഴുക്ക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീനൊന്ന് നന്നായി വെന്ത് വരേണ്ട താമസമുള്ളൂ. നമ്മുടെ മീൻ കറി റെഡിയാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറി റെഡി ആവുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇതിനൊന്ന് അങ്ങോട്ട് നൈസായിട്ടൊന്ന് ഇറക്കി വിടാം കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമുക്കിതിനെ അടച്ച് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ വാള മീൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. ചെറിയുള്ളി കടുക് വറുക്കല്ല, ചെറിയുള്ളി എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ്. അപ്പോൾ അതും കൂടി ചെയ്താൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങോട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻകറി റെഡി ആയിട്ടോ. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് പപ്പടം വറക്കാൻ പറയുന്നുണ്ട് കേട്ടോ. മീൻ എന്തായാലും അവൾ കഴിക്കില്ല, അതിൻ്റെ ചാറ് മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പപ്പടം വറുത്തരാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പപ്പടം കൂടി വറുത്താൽ നമ്മുടെ ഉച്ചത്തെ പണികളൊക്കെ ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ വാള മീൻ കറിയും പപ്പടം വറുത്തതുമാണ് കേട്ടോ. വേറെ ഉപ്പേരിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാം കേട്ടോ. സമയമായി. ഇത് വെച്ച് വരുമ്പോഴേക്കും ഇത് ലേറ്റ് ആയിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ 1 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പപ്പടം വറുത്തിട്ട് ചോറിനാം. അപ്പോൾ ആ പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ ഏകദേശം റെഡി ആയിട്ടോ. അതാ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാള മീൻ കറി റെഡിയായി. ഇതാ പപ്പടവും വറുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല അടിപൊളി മീൻകറിയുടെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മീൻകറിയും കൂട്ടി ചോറൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള മീൻകറിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വാള മീൻകറി സത്യം പറഞ്ഞാൽ ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. വാള മീൻകറി വേറെയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഈ വാള ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ മീൻകറിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കൂടെ 2 പപ്പടം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ വാളമീൻ കറി വെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല, എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.